പത്തനംതിട്ട കുളനട സ്വദേശിയായ എബി മലഞ്ചെരുവിൽ പഠിച്ചത് MCA ആണ്. 2005 മുതൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വിദേശത്തും ബംഗളൂരുവിലുമൊക്കെയായി ജോലിയും മികച്ച വരുമാനവുമുണ്ട്. പക്ഷെ ഒടുവിൽ ഇതെല്ലാം ഉപേക്ഷിച്ചു. 2017 റംബൂട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങി. അവിടെ ഒരു പരീക്ഷണം നടത്തി. ഇന്ന് എന്തായാലും 100 മേനി കൊയ്യുന്ന കർഷകനാണ് എബി. ഇത് ശരിക്കും റംബുട്ടാൻ ഇപ്പം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ചൂട് സമയം ഉണക്കായി കഴിയുമ്പോഴത്തേനും ഇത് ശരിക്കും ഇതിൻ്റെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് പുഷ്പിക്കുന്നത്. നല്ലതുപോലെ പുഷ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാ പിടിക്കാൻ തുടങ്ങുന്ന ആ സമയം ചെടി തന്നെ വെള്ളം കുറവ് വരുമ്പം ഇത് കൊഴിച്ച് കളയും. അങ്ങനെ അത് നമ്മൾ മാക്സിമം കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി നനച്ച് ഇതിൻ്റെ ഈർപ്പം ചോട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മളത് ചെയ്തു പോവുക ചെയ്യുന്നത്. ഞാൻ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. SOP ഒക്കെ കൊടുക്കുക. നമ്മൾ മൈക്രോഫുഡ് SOP 4 പ്രാവശ്യം പൂക്കുന്ന അവിടെ മുതൽ ചുമന്ന് പറിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ നമ്മളത് കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. മൈക്രോഫുഡ് കൊടുക്കും. ഇതിപ്പോൾ ഒരു 1.5-2 മാസം കൂടെ എടുക്കുമ്പോൾ ഇത് പഴുത്ത് മച്ചുവറായിട്ട് ഇറങ്ങും. നമ്മൾ ഈ കായ ചെറുതായിട്ട് മഞ്ഞ കളർ വരുന്ന സമയത്ത് വലയിടും. അങ്ങനെ നമ്മൾ വലയിട്ട് ഇട്ടേക്കുന്നതാണ്. ഇതിനിപ്പോൾ ഈ മാസം ഒരു അവസാനമാകുമ്പോഴത്തേനും ഇതെല്ലാം നല്ല കളർ വരും. ഇതിന് നല്ല മധുരം ഉണ്ട് ശരിക്കും. ഇതിൻ്റെ സൈസ് വരുമ്പം നല്ല റെഡ് കളറാണ്. ഇതിൻ്റെ ഈ മീശ പോലത്തെ ഇതും എല്ലാം റെഡായിട്ട് വരും. അതാണ് അതിൻ്റെ കറക്റ്റും ഹാർവെസ്റ്റിംഗ് അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. കാട് കയറി കിടന്ന റബ്ബർ തോട്ടം വൃത്തിയാക്കി റംബുട്ടാൻ കൃഷിയിലേക്ക്. 2020 230 മരത്തിൽ ഫലം വിളഞ്ഞു. എൻ്റെ ഒരു ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ജർമ്മനിയിൽ ആയിരുന്ന സമയത്ത് അവിടുത്തെ ജർമ്മൻസ് ഇങ്ങനെ കൃഷിയുടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്ഥലം ഉണ്ടെങ്കിൽ എന്തിനായി ജോലിക്ക് പോകുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ അതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇത് കേട്ടു. അപ്പോൾ റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേനും ഇങ്ങനെ ഫാദർ പറഞ്ഞു നീ താല്പര്യമാണെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് അമ്മയുടെ ആങ്ങളമാർ അമ്മച്ചന്മാർ ഈ റംബുട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിനക്ക് എന്താ റംബുട്ടാൻ ചെയ്താൽ എന്താ എന്ന് ചോദിച്ചു. അന്നേരം അപ്പോൾ എനിക്ക് ഈ റംബുട്ടാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഒരു ആത്മവിശ്വാസം ഇല്ല. അതായത് റംബുട്ടാനിൽ നിന്ന് എങ്ങനെ ഇത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞടാ ഇത് നോക്കി ഇത്ര എല്ലാം വരുമാനം കിട്ടി. അതെന്നെ ബോധ്യപ്പെടുത്തി. എനിക്ക് ബോധ്യമായപ്പം ഞാൻ തീരുമാനിച്ചു റംബുട്ടാൻ കൃഷി ചെയ്യാം. അങ്ങനെ ഇവിടെ വന്ന് കൃഷി ചെയ്യുക. സ്വന്തം കൃഷിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എബി. റംബുട്ടാൻ തോട്ടം ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയും ആരംഭിച്ചു. കൃഷി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഗാംബ്ലിങ് പോലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കൃഷി ഇപ്പോൾ ഞാൻ ഈ കൃഷി വന്നിട്ട് 9ാം വർഷമായി. 7ാമത്തെ ഹാർവെസ്റ്റിംഗ് ആണ്. ഈ 7 വർഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനം സ്റ്റഡി ആയിരുന്നു. അവിടെ ഇടിവ് വന്നിട്ടില്ല. അപ്പം നമുക്ക് പൈസ മുടക്കുന്നത് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് ശരിക്കും ഇത് ചെയ്തു കൊടുക്കാനും സജസ്റ്റ് ചെയ്യാനും തുടങ്ങിയത്. ഒന്ന് മനസ്സ് വെച്ചപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു കർഷകനായി മാറി. കൃഷി നഷ്ടക്കച്ചവടമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മറ്റുള്ളവരെ കൃഷി ചെയ്യാൻ പ്രാപ്തരാക്കുന്നുമുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. വിദേശത്ത് ജോലി, ലക്ഷങ്ങൾ ശമ്പളം, ഒരുപാട് സമ്പാദ്യം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാകില്ല. ഇവിടെ കാര്യം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. കൃഷിയിലേക്ക് തിരിയണമെന്ന് തീരുമാനിച്ചു. കൃഷിയിലേക്ക് ഇറങ്ങി. അവിടെയും നല്ല വരുമാനമുണ്ട്. ഇപ്പോൾ ഒപ്പം സന്തോഷവും ഉണ്ട്. നമുക്കൊപ്പം നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം. നിതിൻ, ഈ വൈറ്റ് കോളർ ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എബിയെ സംബന്ധിച്ചിടത്തോളം കൃഷി കുറച്ച് താല്പര്യമുള്ളൊരു മേഖല ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്കയൊന്നും ഇല്ലാതെ കൃഷിയിലേക്ക് ഇറങ്ങാനും നല്ല വിജയം കൈവരിക്കാനും സാധിച്ചു. പിന്നെ അവിടെ കൊണ്ട് നിർത്താൻ തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ പൊതുവെയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് കൃഷിയിലേക്ക് ഇറങ്ങിയാൽ അത്ര വലിയ ലാഭമൊന്നും ഉണ്ടാകില്ല, വരുമാനം വലിയ കഥയിൽ വരില്ല എന്നുള്ള കാര്യമൊക്കെയാണ്. പക്ഷേ എബി അതൊക്കെ തിരുത്തി പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ കൃഷിയിലൂടെയും നല്ല വരുമാനം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് എബി പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കൂടി എബി ശ്രമിക്കുന്നുണ്ടല്ലേ?
നൂറുമേനി കൊയ്യുന്ന റംബുട്ടാൻ കർഷകൻ എന്ന നിലയിൽ എബി പൂർണ്ണമായിട്ടും വിജയം കൈവരിച്ചിരിക്കുകയാണ്. വെറുതെ കിടന്ന റബ്ബറും തോട്ടം അല്ലെങ്കിൽ കാട് പിടിച്ചു കിടന്ന റബ്ബറും തോട്ടം 2017 അദ്ദേഹം നാട്ടിലേക്കെത്തി അവിടെ റംബുട്ടാൻ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നത്. അന്ന് കുറേ സന്ദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സന്ദേഹങ്ങളെയൊക്കെ മറികടന്ന് അദ്ദേഹം ഇന്ന് അതൊരു വിജയത്തിലേക്ക് എത്തിച്ചേക്കുകയാണ്. വിജയത്തിലേക്ക് എത്തിച്ചു. 2017 അവിടെ റംബുട്ടാൻ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നു. 2020 ആയപ്പോഴത്തേക്ക് 3 വർഷ കാലയളവാണ് ഇതിനെടുക്കുന്നത്. ഒരു റംബുട്ടാൻ തൈ വെച്ചുപിടിപ്പിച്ച് അത് മരമാക്കി നമുക്ക് ഫലമെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുന്നത് 3 വർഷം കൊണ്ടിട്ടാണ്. അപ്പം 3 വർഷങ്ങൾക്ക് ശേഷം 2020 മുതൽ അദ്ദേഹത്തിന് ഫലമെടുത്തു തുടങ്ങി. ഇപ്പോൾ വളരെ വിജയകരമായിട്ട് അത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പോൾ 230ഓളം മരങ്ങളിൽ നിന്നാണ് അദ്ദേഹം നിലവിൽ ഫലം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അദ്ദേഹം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ റംബുട്ടാൻ കൃഷി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. ഈ ഒരു കൃഷിയെ എങ്ങനെ പുതിയ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ബിസിനസ് ആക്കി എടുക്കാമെന്നുള്ളതും അദ്ദേഹം ഒരു മാതൃക കാണിച്ചു തരികയാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു സ്ഥലമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റംബുട്ടാൻ തൈ വെച്ച് പിടിപ്പിച്ച് തരുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു സ്ഥലമുണ്ട്, അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്തി ആ തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച് അതൊരു മരമായി മാറാൻ എടുക്കുന്ന കാലയളവ് 3 വർഷ കാലയളവ് അതിന് വേണ്ട വളവും കാര്യങ്ങളും ഒക്കെ നൽകി ആ ഒരു മരമാക്കി ഒരു ഫലം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിത്തരും. അപ്പോൾ 3 വർഷ കാലയളവാണ് അതിനെടുക്കുന്നത്. ആ 3 വർഷവും ആ ചെടിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും. ഇതിൽ 3 കാര്യങ്ങളാണ്. 1, നമ്മളെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പ്രാപ്തരാക്കുന്നു. 2, ഇതിലൂടെ നമുക്കൊരു വരുമാന മാർഗത്തിലേക്ക് എത്തുന്നു. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് എബിക്കും ഇതൊരു മാർഗമായി മാറുന്നു എന്നുള്ളതാണ്. ഒരു ചെടി വെച്ച് പിടിപ്പിക്കുന്നതിന് ഒരു ചെറിയ ചാർജ് 3 വർഷത്തേക്ക് ഒരു ചെറിയ ചാർജ് അദ്ദേഹം ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കൃഷിയുടെ ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ കൃഷിയിലൂടെ ഒരു പുതിയ വരുമാന മാർഗവും കൂടെ മറ്റൊരു വരുമാന മാർഗവും കൂടെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും അദ്ദേഹം എന്നല്ല. ഇനിയിപ്പോ ഏത് ബിസിനസ് ആണെങ്കിലും അതെ മനസ്സിൽ കുറച്ച് ഐഡിയകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ എബിയുടെ കാര്യം തന്നെ കണ്ടില്ലേ, മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ആളുകളിലേക്ക് കൃഷിയെ എത്തിക്കാൻ വേണ്ടി, റംബൂട്ടാൻ കൃഷി എത്തിക്കാൻ വേണ്ടി അതിന് വീടുകളിൽ ചെന്ന് കൃഷി ചെയ്ത് കൊടുക്കുക എന്നുള്ള ആശയം. അപ്പൊ അതും എന്തായാലും വിജയമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനിയും കൃഷിയിൽ കൂടുതൽ നൂറുമേനി വിജയം നേടാനും എബി ആഗ്രഹിച്ച പോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് കൃഷി എത്തിക്കാനും സാധിക്കട്ടെ.